ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പാവയ്ക്കത്തിയലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 കിലോ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ കനം കുറച്ച് വേണം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 1.5 മുറി തേങ്ങയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങയുടെ വെള്ളം ഇതുപോലെയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അപ്പോൾ ഇത് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി ഇതുപോലെ ഇതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാവണേ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അതുവരെ പൊടിയൊക്കെ കരിഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതുപോലെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടായ കടായിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളകാണ് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ പാവയ്ക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കത്തിയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.